എയിംസ് ആണെങ്കിലും അതിവേഗ റെയിലാണെങ്കിലും കേരളത്തോട് അടുത്ത അവഗണനയാണ് കേന്ദ്ര ബജറ്റിനുള്ളത്. അതിൽ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വികാരം ഈ ദിവസങ്ങളിൽ ഇന്നലെ ഈ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോ കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഉയർത്തുന്നൊരു ചോദ്യം എന്താ കേരളം ഇന്ത്യയിലല്ലേ എന്നുള്ളതാണ്. ഇതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ എയിംസിന് സ്ഥലം ഏറ്റെടുത്തു കൊടുത്തില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കിനാലൂരിൽ 150 ഏക്കർ വ്യവസായ വകുപ്പിൻ്റെ സ്ഥലമാണ്. വ്യവസായ വകുപ്പിൻ്റെ സ്ഥലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ ഞങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് 2021-22 തന്നെ, കാരണം കേന്ദ്രം പറഞ്ഞു ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലം നിങ്ങൾ കാണിക്കണം, 200 ഏക്കർ സ്ഥലം, അതിൽ ഇന്ന ഒരു സ്ഥലം അത് കാണിക്കണം, അതിൽ വൈദ്യുതിയും വെള്ളവും ഒക്കെ ലഭിക്കത്തക്ക നിലയിലുള്ള സ്ഥലമായിരിക്കണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 150 ഏക്കർ സർക്കാരിൻ്റെ തന്നെ സ്ഥലമാണ്. 50 ഏക്കർ അക്വയർ ചെയ്തിട്ട് അതിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു. ഇതിന് ഏറ്റവും വലിയ തെളിവ് 2020, ഞാൻ ഇന്നലെ അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. 2024 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച ഒരു കത്തിനകത്ത് പറയുന്നത്, അത് ഈ രേഖകളെല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത്, ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ ഇതിന് അംഗീകാരം നൽകണമെന്ന ശുപാർശയോടുകൂടി ധനമന്ത്രാലയത്തിന് ഇത് കൈമാറിയിരിക്കുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, അടുത്ത ഇതിൽ പറയുന്നത് അടുത്ത പ്രഖ്യാപനത്തിൽ കേരളത്തിൻ്റെ ഈ ഒരു ആവശ്യം എയിംസ് എന്നുള്ളത് ഉൾപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കേരളം സ്ഥലം കൊടുത്തില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത് കേരളത്തിന് തരരുത് എന്നുള്ള നിലപാടാണ്. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റത്തെ അവഗണനയാണ് ഉള്ളത്. അത് കേരളം ഒന്നിച്ച് അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം NHM-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബജറ്റിന് തൊട്ട് മുൻപ് നമ്മൾ നേരിട്ട ഒരു പ്രശ്നം, NHM-ന്റെ വിഹിതം, കേന്ദ്ര വിഹിതങ്ങൾ അതിൽ കുറവുണ്ടാകുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ അലൊക്കേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അലൊക്കേഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളിപ്പോൾ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു. നമ്മൾ എല്ലാ ജില്ലകളിലും ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ സ്ഥാപിച്ചു. പക്ഷേ ഇപ്പോൾ ജില്ലാ ആശുപത്രികൾ കൺവേർട്ട് ചെയ്ത് മെഡിക്കൽ കോളേജ് ആക്കുന്ന ഒരു പദ്ധതി കേന്ദ്രത്തിനുണ്ടായിരുന്നു. അതിൽ ഒരു ജില്ലയ്ക്കെങ്കിലും, കാസർഗോഡിനോ വയനാടിനോ എങ്കിലും, ഇപ്പോൾ ജില്ലാ ആശുപത്രിയാണല്ലോ, വയനാട് ജില്ലാ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജായിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി അതിൽ ധനസഹായം നമുക്ക് നൽകണമെന്ന് ചോദിച്ചപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല. നഴ്സിംഗ് കോളേജുകളുടെ കാര്യം ഇതേപോലെ തന്നെ 100-121 നഴ്സിംഗ് കോളേജുകൾക്ക് വേണ്ടി ധനസഹായം അനുവദിച്ചു. ഒറ്റ നഴ്സിംഗ് കോളേജ് പോലും കേരളത്തിന് അതിൻ്റെ ധനസഹായം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത് തുടരുന്ന അവഗണനയാണ്. ഇത് ഇപ്പോൾ എയിംസിൻ്റെ ആവശ്യം തന്നെ എത്രയോ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആവശ്യമാണ്. ആ ആവശ്യത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ തരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് തരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അവർക്ക് മറ്റ് തടസ്സങ്ങളില്ല. തരണ്ട എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആ രാഷ്ട്രീയ തീരുമാനം എന്തുകൊണ്ടാണ്? കേരളം ഇന്ത്യയിലല്ലേ, കേരളത്തോട് എന്തിനാണ് ഈ അവഗണന? നമ്മുടെ ഉൾപ്പെടെ നികുതി പണത്തിൻ്റെ വിഹിതങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ, അപ്പോൾ അവർക്ക് അത് ലഭ്യമാകുകയും നമുക്ക് അർഹമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അനുഭവങ്ങൾ പോലെ തന്നെ ഈ പദ്ധതികൾ സംബന്ധിച്ചും കേരളം മാറ്റി നിർത്തപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന വളരെ വളരെ തെറ്റായിട്ടുള്ള രീതിയാണ് ഉണ്ടാകുന്നത്. അത് വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അന്ന് പ്രധാനമന്ത്രി കണ്ടത്, ഈ സർക്കാരിൻ്റെ കാലത്ത് തുടക്കകാലത്തിൽ ബഹുമാന്യനായിട്ടുള്ള CM ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ടതിൻ്റെ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് മുൻപുള്ള കേന്ദ്ര മന്ത്രിസഭയിൽ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട CM-ഉം ഞാനും സംസാരിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും സംസാരിച്ചു.
ഇപ്പോഴുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ JP നദ്ദ, അദ്ദേഹത്തെയും കണ്ട് സംസാരിച്ചു. അദ്ദേഹം നല്ല അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തതായിട്ടാണ്. അദ്ദേഹത്തിന്റെ കത്താണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹം അയച്ച കത്തിലെ വാചകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് കിട്ടേണ്ടതാണ് എന്നുള്ളതാണ്. ഈ രണ്ട് ആരോഗ്യമന്ത്രിമാരും ഈ നിലപാടാണ് പറഞ്ഞത്. ധനമന്ത്രാലയത്തിന് ഇത് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതും ധനമന്ത്രാലയം ഇതിന് ഇനി അംഗീകാരം നൽകും എന്നുള്ളതുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നൽകുന്നില്ല എന്നുള്ളത് നൽകണ്ട എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണല്ലോ അതിന് പിന്നിലുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ അർഹമായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ചോദിക്കും. നേരത്തെ ചോദിച്ച ചോദ്യം എയിംസിന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കും. കാരണം ബഹുമാനപ്പെട്ട CM ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണുമ്പോഴും ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ അജണ്ടയിൽ ഒന്ന് എയിംസ് തന്നെയാണ്. ഏറ്റവും അവസാനം പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ആരോഗ്യ മന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും നമ്മുടെ ആവശ്യങ്ങളിലെ ഒന്നാമത്തെ ആവശ്യം എപ്പോഴും എയിംസ് തന്നെയായിരിക്കും. ഇപ്പോൾ എയിംസ് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനിയും ആ ആവശ്യം ഉന്നയിക്കും. അത് കേരളത്തിന് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട CM ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ കിഫ്ബിയിലൂടെയാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ തസ്തികൾ ഉൾപ്പെടെ നമ്മൾ സൃഷ്ടിച്ചു. നമുക്കൊരു ധനസഹായം അതിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിന് ഇത്രയും അധികം വേരുകളുള്ള, അതോടൊപ്പം ഗവേഷണ രംഗത്ത് ഒരു പുതിയൊരു ഒരു പുതിയ തലം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിന് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം നമ്മൾ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിത് ആവശ്യപ്പെടും. പക്ഷെ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ അതിന് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുൻപും രണ്ട് സെക്രട്ടറിമാരും, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്തിൻ്റെതും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഉയർത്തുന്ന ഡിമാൻഡുകളിൽ ഒരെണ്ണം സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതല്ലാതെ എൻട്രി കേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനോമലിയുടെ വിഷയമുണ്ട്. അത് പരിഹരിക്കാൻ ആണോ എന്നുള്ളത് ഫിനാൻസ് കൂടി അത് പരിശോധിച്ചിട്ട് ഒരു പരിഹാരത്തിലേക്ക് അത് എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ശ്രമം തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സമരം അങ്ങനെ നടക്കാനായിട്ട് ആളുകളെ ബാധിക്കുന്ന നിലയിൽ അത് നടക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അതിൽ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ, വകുപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് അതിൽ ഇടപെട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പരിഹരിക്കപ്പെടും ഉടനെ തന്നെ എന്ന് പ്രതീക്ഷിക്കും. ഇപ്പോൾ തൊട്ടു മുൻപ് ഒരു ചർച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും കൂടി അവർ നടത്തിയിരുന്നു. ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനും എല്ലാം കൂടെ നടത്തിയിരുന്നു. അതിൻ്റെ ആ ചർച്ചയിലുണ്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം ഒരിക്കൽ കൂടി ഒന്ന് ചർച്ച നടത്തുന്നതിന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫയലൊന്ന് ആയാൽ നമുക്ക് നോക്കാം. പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനോമലിയാണല്ലോ ഇത്. ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റോബോട്ടിക് സർജറി ഉൾപ്പെടെ ഈ ബജറ്റിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുന്ന സർക്കാരാണ്. ഇനിയും അത് തന്നെ തുടരുക തന്നെ ചെയ്യും. അത് ഈ ബജറ്റിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ബജറ്റാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് അനോമലി അത് പരിഹരിക്കണം എന്നുള്ളതാണ് അവരുടെ സംഘടനകളുടെ ആവശ്യം. അത് പരിഹരിച്ച് ആ ആവശ്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അത് പരിഹരിച്ച് പോകുന്നതിന് തന്നെയാണ് ശ്രമിക്കുന്നത്. ഇന്നാണല്ലോ ഇപ്പൊ ഈ
രീതിയിലുള്ളൊരു സമരം, OP ബഹിഷ്കരണം, മറ്റ് സമരം അതിനിടയ്ക്ക് സൂചനാ സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, ചർച്ചകൾ പലതവണ നടത്തി. പറഞ്ഞതുപോലെ ആളുകളെ ബാധിക്കരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു അവശ്യ സർവീസ് എന്നുള്ള നിലയിൽ അത് ഒരു കാരണവശാലും ആളുകളെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഈ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കോടതിയിൽ നിലനിൽക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ചർച്ചകളിലും പറഞ്ഞ് അതിൽ ലീഗൽ ഒപ്പീനിയൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമേ, കാരണം സുപ്രീം കോടതിയുടെ ഡിസിഷന് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന്. പക്ഷെ മറ്റൊരു കാര്യം, ഈ എൻട്രി കേഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളൊരു അനോമലി, അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത്. കാരണം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പോകണം എന്നുള്ളതാണ്. അതിൽ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഫിനാൻസ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഞാനും ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ സംഘടനകളും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഫിനാൻസ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ അതല്ല അവരുദ്ദേശിച്ചത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് പിൻവലിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ, അത് അന്ന് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു, എന്താണ് യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള റെക്ടിഫിക്കേഷനാണ് വേണ്ടത് എന്നുള്ളത് എഴുതി തരണമെന്ന് സംഘടനകളോട് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ ആ റെക്ടിഫിക്കേഷൻ എങ്ങനെ വേണം എന്നുള്ളത് ഫിനാൻസിൽ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് അവരെ ബാധിക്കുന്ന നില ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടേഴ്സിൻ്റെ അവരുടെ സേവനാവകാശങ്ങൾ സംരക്ഷിച്ച് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തും മുന്നോട്ട് പോകുന്നതിന് തന്നെയാണ് സർക്കാർ അതിലാണ് ശ്രമിക്കുന്നത്.